ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റിച്ചിങ് പഠിക്കാനുള്ള കാരണമല്ലേ പറയുന്നത്. അതാണ് കാരണം പറഞ്ഞു. പക്ഷെ സ്റ്റിച്ചിങ് ജേണി ഉണ്ടല്ലോ, ജേണി എന്ന് പറഞ്ഞൊരു ഭയങ്കര ജേണിയാ. ഒന്നുമില്ല, സ്റ്റിച്ചിങ് എന്താണെന്ന് ശരിക്കും കാണിച്ച് പഠിക്കുന്നത് ഈ കഴിഞ്ഞ ഓണത്തിനാണ്. കാരണം നമ്മൾ യൂട്യൂബൊക്കെ തുടങ്ങിയ ശേഷം കുറച്ച് പേര് കൊണ്ടുവന്നു. ഇവളെങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, അന്ന് പോയിട്ട് ടോപ്പ് മാത്രം എങ്ങനെ തയ്ക്കണേന്ന് പഠിച്ചു പോകുന്നു. പാന്റിന്റെ ആവശ്യമില്ല, ലെഗിൻസ് ആണല്ലോ ഫുൾ ഇടുന്നത്. അങ്ങനെ ലെഗിൻസ് നമ്മൾ ഇടും. പാന്റ് തയ്ക്കാനുള്ള പഠിക്കുക എന്നുള്ള വാശിയാണ്. എനിക്കത് പഠിക്കണ്ട, എനിക്ക് ടോപ്പ് മാത്രം മതി എന്നുള്ള രീതിയിലേ ഉള്ളൂ. അപ്പൊ ആൾക്കാരിങ്ങനെ വരാൻ നേരത്ത് ഡാൻസ് ഇങ്ങനെ പറയും, എനിക്കറിയാവുന്നത് ഒരു റൗണ്ട് നെക്ക്, ബോർഡ് നെക്ക്, അതിനപ്പുറത്തേക്ക് ഒരേ ഫാഷനും ഇല്ല. ആൾക്കാർ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ആട്ടോ. കാരണം ഞാൻ അവരെ തുണി മാറി മാറി ഇട്ടോണ്ട് പോകുന്നത്. അവരെല്ലാരും ഞാൻ ഡിഗ്രിക്ക് പഠിച്ചപ്പോഴത്തേക്കും ആദ്യമായിട്ട് ഞാൻ ഡാൻസ് തയ്ച്ചു കൊടുത്തത് ചിപ്പി എന്ന് പറഞ്ഞിട്ടുള്ള എന്റെ കൂട്ടുകാരിക്കാ. അത് നീ തുണിയൊക്കെ ഓർക്കുന്നുണ്ടോ ഇപ്പോൾ? ആ തുണിയൊക്കെ പിങ്ക് കളറിലുള്ള ഒരു ടോപ്പാണ് ഫസ്റ്റ് തയ്ച്ചു കൊടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ PSC ക്ലാസ്സിനൊക്കെ പോകാൻ നേരത്ത് ഇതുപോലെ തരാതരത്തിന് ഇട്ടോണ്ട് പോകുമ്പോൾ അവിടുന്ന് 2-3 പേര് ഗീതിക എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് തയ്ക്കാൻ ഭയങ്കര നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. കാരണം ആ സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ റെഡിമെയ്ഡിന്റെ ഒരു സമയമായിരുന്നു. സ്റ്റിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിരളമായിരുന്നു. ഫുൾ ആൾക്കാർ റെഡിമെയ്ഡ് കുർത്തിയൊക്കെ ഇടുന്ന സമയമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അങ്ങനെ കുറച്ച് പേർക്കൊക്കെ, വളരെ കുറച്ച് പേര് ഇതുപോലെ വരും. അവർക്ക് നാൻസിയുടെ ഡിമാൻഡ് പറയുന്നത് എനിക്ക് ഇതേ അറിയുള്ളൂ. അപ്പൊ അവര് ഓരോന്നും മനസ്സിൽ കണ്ടോണ്ടായിരിക്കും വരുന്നത്. മതി, അത് മതി. അങ്ങനെ ഇവളെ കൊണ്ട് ചെയ്യിക്കാനുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് എന്റെ കൂട്ടുകാർക്ക് ഇതേപോലെ ഇവളെ കൊണ്ട് തയ്പ്പിച്ചിട്ട് ഫസ്റ്റ് PSC ക്ലാസ്സിൽ ഇട്ടോണ്ട് വന്നിരിക്കും. എല്ലാരും ചോദിക്കും ഇത് നൈസിയുടെ ആണോ. കാരണം ഇവള് ചെയ്യുന്ന സെയിം പാറ്റേണിന് ഒരു സിഗ്നേച്ചർ ഉണ്ട്. ബോർഡ് നെക്ക് ആയിരുന്നു അന്ന്, ഫുള്ള് ബോർഡ് നെക്ക് ഇത്രയുള്ള കൈ. ഇവളോട് ഗീതിക്കാനോടെ സെയിം ആ സാധനം ഉണ്ടപ്പോഴത്തേക്ക് ഇത് നൈസിയുടെ അല്ലെന്നാ ചോദിച്ചത്. ഞാനൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. അങ്ങനെ അവള് പറഞ്ഞ കാര്യം. അങ്ങനെ ഒരു നാൻസിയുടെ രീതിയിൽ നാൻസി തയ്ക്കൊണ്ടായിരുന്നുള്ളൂ. ആ ഒരു പാറ്റേൺ, അത് വിട്ട് ഒന്നും അറിയത്തില്ല, ഒന്നും തയ്ക്കത്തുമില്ല. ഉപരി തയ്ക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ലായ്മയായിരുന്നു. താല്പര്യമില്ലായ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ലായ്മ. അതെങ്ങനെയാന്ന് അറിയാമോ? എന്നിട്ട് ഈ തയ്യൽ കൂലിയുടെ കാര്യം പറയാം. എല്ലാവർക്കും തയ്ച്ചു കൊടുക്കുമല്ലോ. അങ്ങനെ തയ്ച്ചു കൊടുത്ത് പിന്നെ നാൻസിനോട് എല്ലാം കോൺഫിഡൻസും കൊടുത്ത ഒരാള് ഷിൻസി എന്ന് പറഞ്ഞിട്ട്, അതും എന്റെ കൂട്ടുകാരത്ത് തന്നെയാണ്. അവൾ നല്ല ബോഡി ഷേപ്പ് ഒക്കെ ഉള്ളതാണ്. സിപ്പൊക്കെ വയ്ക്കാൻ എനിക്ക് തോന്നുന്നു. അതെ, കറക്റ്റ് നമ്മൾ ഈ ചിത്രകലയിലൊക്കെ ആ വയറിന്റെ അവിടെ ഇങ്ങനെ ശരിക്കും ഒതുങ്ങിയിട്ട് നമുക്ക് ഇവിടെയും വിരിവുണ്ട്, ആ ഹിപ്പിന്റെ അവിടെയും വിരിവുണ്ടായിട്ട് നമ്മൾ ഈ മനോരമ ഇതിനകത്തൊക്കെ ഇങ്ങനെ വരച്ചു വെക്കത്തില്ലേ സ്ത്രീ വീഡിയോ അവള് കമന്റ് ചെയ്തിട്ടുണ്ട് എനിക്ക്. നല്ല ഷേപ്പുള്ള ഷിൻസി ചേച്ചി. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഡേ എനിക്ക് ഷിൻസി ചേച്ചിനെ കണ്ടപ്പോ ഷിൻസി ചേച്ചിക്ക് അറിയത്തില്ല, കണ്ടപ്പോ എനിക്ക് ഭയങ്കര ആരാധനയായിരുന്നു. ഇത്ര സുന്ദരി ചേച്ചിനെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ നല്ല ബോഡി ഷേപ്പുള്ള ഷിൻസിക്ക് തയ്ക്കാനാണ് ഇച്ചിരി പാടുപെട്ട്. കാരണം സിബ് വെക്കാനായിരുന്നു നാൻസി. സിബ് വെക്കാണ്ട് ഷിൻസിയുടെ മേത്ത് ചുരിദാർ കേറിയല്ല. പക്ഷെ എന്നിട്ട് ഞാൻ സിബ് വെക്കാതെ ഷിൻസി ചേച്ചിക്ക് ഞാൻ തയ്ച്ചു കൊടുത്തായിരുന്നു. സിബ് വെക്കാൻ പഠിച്ചപ്പോഴാ അതൊന്നും ഞാൻ ഓർക്കണില്ല, എപ്പോഴോ പഠിച്ചു. അങ്ങനെ സിബ് വെക്കാണ്ട് കറക്റ്റ് ഫിറ്റ് ആയിട്ട് അവൾ എങ്ങനെയോ കേറ്റി. എന്നിട്ട് ഷിൻസി ചേച്ചിക്ക് അത്ഭുതമാണ്. പുള്ളിക്കാരുടെ ആ ഒരു ബോഡി അങ്ങനത്തെ ബോഡി ആയതുകൊണ്ട് തന്നെ എവിടെ തയ്ക്കാൻ കൊടുത്താലും ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരി ഭയങ്കര ഇതായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് അളവ് പോലും എടുക്കാൻ കണ്ടിട്ടാ തയ്ക്കണത്. ആളെ കണ്ടിട്ട് ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു വന്നായിരുന്നു. ആളെ കണ്ടു തയ്ക്കുന്ന കൊച്ചില്ലേ അവിടെ, അവരുടെ അമ്മ പറഞ്ഞതാണ്. അറിയാത്തോണ്ട് എങ്ങനെയാ ഇതൊക്കെ റൗണ്ട് ഒക്കെ എടുക്കുന്നത് ഇവിടത്തേക്ക്, അതൊന്നും എനിക്ക് അറിയത്തില്ല. എന്നിട്ട് ഞാനിങ്ങനെ തയ്ക്കുന്നേ കണ്ടിട്ട് ഇത്ര മതിയായിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ഊഹിച്ച് തയ്ക്കും. ഇവരുടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിനകത്തുനിന്ന് കുറച്ചും കൂടെ കൂട്ടിയെടുക്കുക, നമ്മുടെ ഇതിനകത്തുനിന്ന് കുറച്ചും കൂടെ കുറച്ചെടുക്കുക. ആ ഒരു സെറ്റപ്പിലാണ് അവർക്ക് ഞാൻ തയ്ച്ചോണ്ടിരുന്നത്. അതുകൊണ്ടാണ് വലിയ കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. നമ്മുടെ ഈ അളവുകളിൽ നിന്ന് മാറിയിട്ട് ഒരാൾ വരുമ്പോ എനിക്ക് പറ്റത്തില്ല തയ്ക്കാൻ. അതായത് എനിക്ക് അറിയത്തില്ല തയ്ക്കാനായിട്ട്. അളവെടുക്കില്ല. ടോപ്പിന് ഇറക്കം എന്തോരം വേണം, സ്ലീവിന് ഇറക്കം എത്ര വേണം, അത്രേ ഉള്ള അളവ്. ബാക്കി ഫുള്ള് ഈ പറഞ്ഞ പോലെ. പിന്നെ ഞാനാണ്
അളവ് പോലും എന്നിൽ നിന്ന് ഇത്ര താഴത്തോട്ട് എന്നിൽ നിന്ന് ഇത്ര പക്കത്തോട്ട് അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെയാണ് ഫുള്ള് ചെയ്തോണ്ടിരുന്നത്. അതുകൊണ്ട് ഒന്നും അറിയില്ല. നമ്മുടെ അടുത്ത് നമ്മള് നാൻസി മാത്രം തയ്ക്കണമെന്നോ നൈസിയുടെ അളവിലുള്ളവരുടെ നൈസിയുടെ അളവ് പോലൊക്കെ എന്റെ ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാരൊക്കെ എന്റെ അളവ്. കോമഡി എന്താന്ന് വെച്ചാൽ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ പോലെയാണ് ഇരിക്കുന്നത്. നൈസിയുടെ ഫ്രണ്ട്സ് എല്ലാവരും ഏകദേശം നൈസിയുടെ അളവാണ്. അപ്പൊ നമുക്ക് പ്രശ്നമില്ല. ഇതൊന്നും അല്ലാണ്ട് ഞാൻ എന്ത് തോന്നിയാസം കാണിച്ചു കൊടുത്താലും വിഷയമില്ല, ഇവർക്ക് കുഴപ്പമില്ല. ഇവര് സഹിക്കും. അങ്ങനെ നമ്മൾ ഈ കൂടെ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സിന്റെ ഒക്കെ ഉടുപ്പൊക്കെ മാറി മാറി ഇടത്തില്ലേ. എല്ലാവർക്കും ഒരു നമ്മുടെ ഫ്രണ്ട്സിന്റെ വളരെ വിരളമായിട്ട് 1-2 പേരെ സൈസ് കൂടുതലായിട്ടുള്ളവരുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മിക്കവാറും എന്റെ കൂട്ടുകാരെല്ലാരും എന്നെ എല്ലാവരും കളിയാക്കുമായിരുന്നു. ഇതെങ്ങനെ ഒപ്പിച്ചെടുക്കുന്ന ഈ കൂട്ടുകാരെന്ന് ചോദിച്ചാൽ സൈസിലായിരിക്കും എന്റെ ഫ്രണ്ട്സ് എല്ലാരും. അപ്പൊ അങ്ങനെയായിരുന്നു നാൻസിയുടെ തുടക്ക സമയം. അപ്പൊ നമ്മുടെ മെഷീനെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട നൂലുകളൊന്നും പറ്റിയല്ല. ഭയങ്കര എപ്പോഴും കേടാവട്ടെ, എപ്പോഴും ഇങ്ങനെ നൂല് പൊട്ടിക്കൊണ്ടേ ഇരിക്കും. അങ്ങനെ മെഷീനിന്റെ ബോഡി അഴിച്ചിട്ട് ഞാൻ നന്നാക്കാൻ വേണ്ടി പോകും. നന്നാക്കി ഞാൻ മടുത്ത് അവസാനം ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മൾ തീരുമാനിച്ച് അംബർല മെഷീൻ മേടിച്ചാലാന്ന് ഓർത്ത്. അംബർല മെഷീനും കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെറുതെ വേണ്ട, എന്നാലും മേടിക്കുമ്പോൾ നല്ലൊരു മെഷീൻ മേടിക്കാം, നമുക്ക് പവർ മെഷീൻ മേടിക്കാം. അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അംബർല മെഷീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അതായത് അമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയാണ്. അവരുടെ മക്കള് എന്റെ ഫ്രണ്ടാണ്. ഒരാൾ എന്റെ കൂടെ വേദപാഠത്തിൽ പഠിക്കുന്നത്, ഒരാൾ എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചത്. ചേച്ചി 1 വയസ്സിന്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പൊ ഞാൻ 1 വയസ്സ് താഴെയാണ് വേദപാഠ ക്ലാസ്സിൽ പഠിച്ചത്. തോറ്റുപോയതൊന്നും അല്ല, ഇവരെല്ലാരും കൊണ്ട് ചതിച്ചതാ. അപ്പൊ അങ്ങനെ 1 വർഷം ഞാൻ പിന്നിലാണ് വേദപാഠത്തിന് പഠിച്ചത്. അപ്പൊ അവിടെ അനിയത്തി എന്റെ കൂടെ വേദപാഠത്തിന് പഠിച്ചു, ചേച്ചി എന്റെ കൂടെ സ്കൂളിലും പഠിച്ച്. ഞങ്ങള് മൊത്തത്തിലൊരു കമ്പനിയുണ്ട്. അപ്പം രണ്ടാമത്തെ അവള് ഫാഷൻ ഡിസൈനിങ് ആണ് പഠിക്കാൻ പോയത്. അപ്പൊ അവര് മെഷീൻ വാങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ അവരാണ് പവർ മെഷീൻ വാങ്ങാം എന്നും പറഞ്ഞ് വിലയൊക്കെ തിരക്കിയത്. നമുക്ക് 2 കൂട്ടർക്കും കൂടെ എറണാകുളത്ത് പോയി വണ്ടി പോയി ഒന്നിച്ച് വാങ്ങാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇരുന്നത്. അങ്ങനെയാണ് പവർ മെഷീൻ എന്നുള്ളൊരു ചിന്ത എന്റെ ഉള്ളിൽ. അപ്പം ഉറപ്പിക്കുന്നു, എന്നാ പവർ മെഷീൻ, അങ്ങനത്തെ ഒരു മൈൻഡ്. അതായത് പവർ മെഷീൻ എന്താണെന്ന് പോലും എനിക്ക് അറിയാൻ പറ്റില്ല. നേരിട്ട് അടുത്തുനിന്ന് കണ്ടിട്ട് പോലും ഇല്ല. അവർ പറയുന്നു പവർ മെഷീൻ മതി, ഓക്കെ പവർ മെഷീൻ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഇരുന്ന്. പക്ഷെ എന്തോ ഡിലേ വന്നു. അതായത് അവര് വാങ്ങാനായിട്ട് കുറച്ച് ഡിലേ വന്നു. അവരിങ്ങനെ തപ്പിയാണ് വാങ്ങിയത്. അവർ കുറച്ചും കൂടെ നന്നായിട്ട് അതിനെപ്പറ്റി പഠിച്ചിട്ടും നല്ല കട ഏതാണെന്നും ഒക്കെ നോക്കി വാങ്ങാൻ വേണ്ടിയിട്ട് അവർ കുറച്ചൊന്ന് ഡിലേ എടുത്തു. പക്ഷെ എനിക്ക് ഇവിടെ ഇങ്ങനെ ധൃതിപ്പെട്ട് നിൽക്കുക. എനിക്കൊരു സാധനം ഇങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ ഇവളെക്കാൾ നിർബന്ധം എനിക്കാട്ടോ. എനിക്ക് മെഷീനൊക്കെ ഞാൻ ഇരുന്ന് തയ്ക്കുന്നില്ലെങ്കിൽ വേണം എനിക്ക് പുതിയതൊക്കെ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് അമ്മേനെ കൊണ്ട് ഞങ്ങൾ പോയി. നമ്മൾ എറണാകുളം പോയില്ല, തൊട്ടടുത്ത കടയിൽ നിന്ന് തന്നെ വാങ്ങി. ജാക്ക് F4 എന്ന് പറയുന്ന മെഷീനാണ് വാങ്ങിയത്. നല്ല മെഷീനാണ്, ഇൻഡസ്ട്രിയൽ മെഷീനാണ്. പിന്നെ ജാക്ക് F4 വാങ്ങാൻ ചെല്ലുന്നത് ഞാനൊരു 5 വർഷം മുന്നേ ആണ് ജാക്ക് F4 വാങ്ങാൻ ചെല്ലുന്നത്. 18,500 ആയിരുന്നു നമുക്ക്. അപ്പൊ ആ സമയത്ത് ഇപ്പൊ പോലും ഈ ജാക്ക് F4 എന്ന് പറഞ്ഞ് നമ്മൾ ഈ സാധാരണക്കാര്, അതായത് വീട്ടില് 1-2 ടോപ്പ് തയ്ക്കാനായിട്ട് നമ്മൾ ചിലപ്പോൾ മെഷീൻ എടുക്കുന്ന കടയിൽ ആൾക്കാർ സമ്മതിക്കത്തില്ല നമ്മളെ കൊണ്ട് തയ്ക്കുന്നതിന്റെ ആവശ്യമില്ല എന്ന് അവര് പറയും. പക്ഷെ അത് നമ്മൾ വിശ്വസിക്കുകയേ ചെയ്യരുത്. മറ്റേ മെഷീൻ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അടിച്ചെടുക്കാം. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, നല്ല മെഷീൻ കിട്ടുന്നവർക്ക് നല്ലതാ. ഇപ്പൊ ഇറങ്ങുന്ന മെഷീനൊക്കെ കുറെ പൊട്ടയൊക്കെ ഉണ്ട്. ഇപ്പൊ തന്നെ ഞാൻ ഓവർലോക്ക് മെഷീൻ വാങ്ങി. ഫ്ലോപ്പ് എന്ന് പറഞ്ഞ അട്ടർ ഫ്ലോപ്പ് 10 സംതിങ് രൂപ കൊടുത്തിട്ടാണ് വാങ്ങിയേക്കണത്. ഇപ്പൊ തന്നെ ഫുൾ കേടായിട്ടിരിക്കുക. ഞാനിപ്പം അത് ഓവർലോക്ക് ചെയ്യുന്നില്ല നിലവിൽ. ഇനി അത് റിപ്പയർ ചെയ്യണം. ഇനി ആളെ വിളിച്ച് അതായത് പുള്ളിയും ഒന്നെങ്കിൽ അവിടെ കൊണ്ടുപോയി നമ്മൾ നന്നാക്കണം. അങ്ങനെ മൊത്തത്തില് എത്ര തവണ എന്ന് പറഞ്ഞാൽ ആ ചേട്ടനെ ഞാൻ വിളിക്കുക. ഒരു 3 തവണയെങ്കിലും ആ ചേട്ടനോട് വന്നിട്ടുണ്ട്. അതെ, ഇനിയിപ്പോ എങ്ങനെയാന്ന് ഓർത്തിട്ട് കാണിച്ചിരിക്കുക. നമ്മൾ അതും ഈ പറഞ്ഞ പോലെ ഒരു 37 രൂപയ്ക്ക് ഇൻഡസ്ട്രിയുടെ കിട്ടിയാനെ അത് എന്റെ ആഗ്രഹം അത് വാങ്ങാനായിരുന്നു കേട്ടോ. ഇവളുടെ ആഗ്രഹത്തിന്റെ പുറത്തായി 1500 മേടിച്ചു. അത് ഞാന് അതായത് അത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഓണ സമയത്ത് നമുക്ക് ഒരുപാട് സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ലോക്കും കൂടെ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ അത്യാവശ്യം പേയ്മെന്റ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ വാങ്ങുന്നുണ്ട്. അതായത് ഇപ്പൊ നിലവില് ഉള്ള സ്ഥലത്ത് നമ്മൾ വാങ്ങുന്ന പോലത്തെ രീതിയിൽ നമ്മൾ പേയ്മെന്റ് വാങ്ങുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പെർഫെക്ഷൻ ഒരു ഓവർലോക്ക് എന്ന് പറയുന്ന ഒരു കുറവ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ നന്നായിട്ട് അതിനകത്ത് എഫേർട്ട് എടുക്കുന്നുണ്ട് ഞാൻ. അപ്പൊ
അത് മാത്രമായിട്ട് നമ്മൾ കുറയ്ക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ, അതായത് നമ്മൾ എത്ര ഭംഗിയിൽ തയ്ച്ചു കൊടുത്തെന്ന് പറഞ്ഞാലും തുറന്നു നോക്കി കഴിയാൻ നേരത്ത് ഈ ഒരു റോ എഡ്ജൊക്കെ ഇരിക്കണ കാണുമ്പോൾ ഒരു വൃത്തികേടാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അധികം ഒന്നും ആലോചിക്കാതെ ഇതാ സാധാരണ ഇത് തന്നെ നമുക്ക് വാങ്ങാമെന്ന് വിചാരിച്ചത്. പക്ഷെ അത് പൊട്ട ഐഡിയ ആയിപ്പോയി എൻ്റെ. മര്യാദക്ക് നല്ലത് വാങ്ങിയിരുന്നെങ്കിൽ ഇതുപോലെ ഇങ്ങനെ മിണ്ടുമ്പം കേട് വരത്തില്ലായിരുന്നു. വളരെ കുറവായിട്ട് ഇൻഡസ്ട്രിയൽ മെഷീന് കേട് വരൽ കുറച്ച് കുറവാണ്. നമുക്ക് കുറച്ചും കൂടെ ഒന്നും നമുക്ക് സന്തോഷം അതിൽ ചെയ്യാനായിട്ട്. നമുക്ക് മെഷീന്റെ കാര്യം ഓർത്ത് നമുക്ക് ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ കാര്യം ഓർത്ത് വിഷമിച്ചാൽ മതി. ഇത് പക്ഷെ മെഷീന്റെ കാര്യം ഓർത്ത് എനിക്ക് ഇഷ്ടമില്ല. അത് എത്രയോ 5 വർഷങ്ങൾക്ക് ശേഷം ഒരു മെഷീനിൽ ഞാനിങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടുന്നത്. കാരണം ജാക്ക് F4 വാങ്ങിയതിന് ശേഷം ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ മെഷീൻ കാണിച്ചിട്ടേ. കഴിഞ്ഞിടക്ക പ്രശ്നം കാണിച്ചത് നമ്മുടെ വോൾട്ടേജ് ഫ്ലക്ച്വേഷന്റെ ആയിരുന്നു. അത് നമ്മൾ സ്റ്റെബിലൈസർ വാങ്ങി വെച്ചിട്ടുണ്ട്. കേട്ടോ, ഒരു പ്രശ്നമില്ല. ഇപ്പം അങ്ങനെ നല്ല മെഷീനാണ്. ഞാൻ ശരിക്കും വേറെ എനിക്ക് അറിയത്തില്ല, വേറെ ബ്രദറും ഉഷയും ഇതിനോടൊക്കെ താല്പര്യമുള്ളവർ എന്താണെങ്കിലും ഒരു പവർ മെഷീൻ വാങ്ങുന്നത് നല്ലത്. കാരണം അതൊരു മുതൽക്കൂട്ടാണ്. കമ്പനിയിലൊക്കെ ഉണ്ട് കേട്ടോ, നല്ല പവർ മെഷീൻ ഒക്കെ ഉണ്ട്. എനിക്കതൊന്നും അറിയത്തില്ല. ഞാൻ ആകപ്പാടെ ഒറ്റൊരു മെഷീൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ വേറെ മെഷീന്റെ പുറത്തൊന്നും ഇരുന്ന് പോലും നോക്കിയിട്ടില്ല. അത് ഇതുപോലെ ജാക്കിൽ ഇങ്ങനെ ഓയിൽ നിറച്ചൊഴിച്ചു കൊടുക്കണം. അപ്പൊ ഞങ്ങള് എപ്പോഴും ഒഴിച്ചു കൊടുക്കണോ, തിരുമ്പ് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴത്തെ തന്നെ വേഗം മെഷീൻ ഊറ്റി കുടിക്കുമെന്നൊക്കെ വിചാരിച്ചത്. അങ്ങനെയൊന്നുമില്ല, ഒഴിച്ചാടെ കിടന്നോളൂ. അത് നമ്മള് ജസ്റ്റ് ഒരു കുപ്പി വാങ്ങി അങ്ങോട്ട് ഒഴിച്ചിട്ടയച്ചാൽ മതി. 6 മാസം കൂടുമ്പോ നമ്മള് ഇതാക്കി കൊടുക്കണം. ഞാൻ ഭയങ്കര മറന്നുപോയിട്ടാ, ഞങ്ങൾ ആദ്യം മറന്നുപോയിട്ട് കുറച്ച് നാളുകളോളം അതിങ്ങനെ ഒഴിക്കാണ്ട് കരി പിടിച്ച അവസ്ഥയിലായിരുന്നു. അവസാനം തുറന്നു നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര കറുത്തിരിക്കുവായിരുന്നു. പിന്നെ ഇതുപോലെ മെഷീൻ വാങ്ങിച്ചോണ്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങളെ ആ മെഷീന്റെ പൈസ നമുക്ക് കിട്ടിയോന്നൊന്നും അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതേപോലെ എഴുതി വെക്കുമായിരുന്നു. അമ്മ പറഞ്ഞ് കിട്ടുന്ന പൈസയൊക്കെ എഴുതി വെക്കണം, മെഷീൻ മുതലായോന്ന് അറിയണമല്ലോ. അങ്ങനെ എഴുതുമായിരുന്നു. ഒരു 10-15 രൂപയൊക്കെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മടിയായി പോയി, എഴുതാൻ മടിയുള്ള പിള്ളേരും. 15 രൂപയല്ല, നമ്മൾ ആക്ച്വലി നമുക്ക് വേണ്ടിയിട്ടാണ് മെഷീൻ വാങ്ങിയത് കേട്ടോ. പുറത്തോട്ട് തയ്ക്കുക എന്ന് പറയുന്ന ഉദ്ദേശം എന്റെ മനസ്സിൽ അശേഷമില്ലായിരുന്നു. എന്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും പുറത്തോട്ട് തയ്ച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശമേ ഇല്ല. എനിക്ക് വേണ്ടി തയ്ക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് നല്ല ഡ്രസ്സുകൾ ഇട്ട്, അതായത് എനിക്ക് നൈസിക്കും ഇപ്പൊ കിയായിക്കോ അങ്ങനെ നമുക്ക് നമുക്ക് തന്നെ മോഡൽസ് മാറി തയ്ച്ചിടുക എന്നുള്ള കംപ്ലൈന്റ് ഇല്ലാത്തൊരു മെഷീൻ ആയിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഇത് കേട്ടോ. കാരണം മറ്റേ മെഷീൻ കൊണ്ട് പൊറുതി മുട്ടി, ഫുള്ള് കംപ്ലൈന്റ്, എപ്പോഴും കംപ്ലൈന്റ്, കടയിൽ കൊണ്ടുപോയി മടുത്ത്. അങ്ങനെ ഇത് വാങ്ങിച്ചപ്പോഴത്തേക്ക് നല്ല ആശ്വാസമായിരുന്നു. പിന്നെ എന്നെ തയ്ക്കുന്ന എക്സ്പീരിയൻസ് ആ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. തുടക്ക സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി തയ്ച്ചിരുന്നതുകൊണ്ട് എനിക്ക് തയ്ക്കുന്ന അതേ വികാരം തന്നെയായിരുന്നു എൻ്റെ ഫ്രണ്ട്സിനും നൈസിയുടെ ഫ്രണ്ട്സിനും തയ്ക്കുമ്പോൾ എനിക്കുള്ളത്. എനിക്ക് പ്രത്യേകിച്ച് കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ ഡിസൈൻസും നമ്മുടെ പാറ്റേൺസും കണ്ടിട്ടാണ് അവർ വരുന്നത്. ഇതുപോലെ മതി. ഇപ്പൊ ഞാൻ തയ്ച്ച് ഓൾറെഡി സെറ്റ് ആയിരിക്കണ ഒരു സാധനം കാണിച്ചിട്ടായിരിക്കും അവരതുപോലെ മതി, ആ സെയിം മോഡൽ മതി എന്നേ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാനായിരിക്കും മോഡല്. അതായത് എന്റെ ഡ്രസ്സാണ് അവർ കണ്ടിട്ട് അതുപോലെ വേണം, അതിന്റെ കളർ ചേഞ്ച്, അതിന്റെ എന്തെങ്കിലും വ്യത്യാസം, പല കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേ ആയിരുന്നില്ല. ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. പിന്നെ ഞാൻ വളരെ തുച്ഛമായിട്ടുള്ള പൈസയെ മേടിക്കൊണ്ടായിരുന്നുള്ളൂ. പൈസ 100 രൂപ ടോപ്പിന് 100 രൂപ വില പറയുന്നത് ഞാനാ വാങ്ങുള്ളൂ. അത് അവരുടെ അടുത്ത് 100 രൂപ എന്ന് പറയുന്നത് കറക്റ്റ് അത് മതി എന്ന് ഇപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം സ്റ്റുഡൻസ് ആണ്, കുഞ്ഞു പിള്ളേരാണ്, അവർക്ക് സത്യത്തിൽ അങ്ങനെ തയ്പ്പിക്കേണ്ട ആവശ്യം പോലും ഇല്ല. എന്നാലും ഇഷ്ടം കൊണ്ട് അവർ തയ്പ്പിക്കുന്നതാണ്. അവർ റെഡിമെയ്ഡ് ഒക്കെ ഇടേണ്ട ആ ഒരു ടൈമാണ്. അവരുടെ വീട്ടുകാരത് വാങ്ങിയും കൊടുക്കും. ഈ സ്റ്റിച്ചിങ് ചാർജിന് വേണ്ടി എക്സ്പെൻസ് മുടക്കേണ്ട ആവശ്യം ആ സമയത്ത് അവർക്കില്ല. അപ്പൊ നമ്മൾ 100 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കണം. എനിക്കൊരു പോക്കറ്റ് മണി, അവർക്കൊരു ഡ്രസ്സ്, ആ ഒരു മൈൻഡ് സെറ്റ്. പൈസ പറഞ്ഞാൽ ഞാനാ എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരാൻ നേരത്ത് നാൻസി നാൻസിയാണ് പറഞ്ഞു വെച്ചേക്കും 100 രൂപ. അപ്പൊ ഞാൻ എത്രയായി 100 രൂപ ഇവളെ കഴിക്കും. ഞാൻ പറയാം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും അതെ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇങ്ങനെ ഹൃദയവും കണ്ണും ഇറുക്കി അടച്ച് ഞാൻ എപ്പോഴും പറയും എനിക്ക് പൈസ മേടിക്കാൻ വേണ്ടി മാത്രം ഒരു മാനേജർ വെക്കണം. എന്നോട് തയ്ക്കണ കാര്യം മാത്രമേ സംസാരിക്കാവുള്ളൂ. സംസാരിക്കുകയോ ചെയ്യുന്നത് എനിക്കത് ഇഷ്ടമല്ല. പണ്ടൊക്കെ ഇതുപോലെ തയ്ക്കുന്നത് ഫുള്ള് ക്യാഷ് ഞാനാണോ മാനേജ് ചെയ്യുന്നത്. ഞാൻ കാശ് ചോദിക്കത്തുമില്ല കേട്ടോ. ഇപ്പൊ ഈ 100 രൂപ വാങ്ങിയിട്ട് ആ 100 രൂപ എന്റെ ഞാൻ തയ്ക്കുന്ന പൈസ ഒന്നും എനിക്ക് വേണ്ട. അതൊന്നും തയ്ക്കുന്നത് തന്നെ വലിയ അങ്ങനെ പൈസക്ക് വേണ്ടി ചെയ്യുന്ന പരിപാടി അല്ലായിരുന്നു അന്ന്. ഇതൊരു പ്രൊഫഷണൽ അങ്ങനെയൊന്നുമല്ല. ചുമ്മാ ഇങ്ങനെ വേണോന്ന് പറഞ്ഞ് വാശി പഠിക്കുന്നവർക്ക് ഒന്ന് ചെയ്ത് കൊടുക്കും, അത്രേ ഉള്ളൂ. എന്നിട്ട് പൈസയുടെ കൈകാര്യം ഫുള്ള് ഞാനാണ്. എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ഒന്ന് ചോദിക്കും 10 രൂപ അവിടെ വരെ പോവാൻ. അപ്പൊ ഞാൻ
ഇനി നിന്റെ പൈസ ഇല്ല, നീ എന്തിനാ എന്നോട് ചോദിക്കണത്? അതെ, ചോദിച്ചു വാങ്ങുമ്പോ ഒരു സുഖമുണ്ട്, കാരണം ചോദിക്കുമ്പോൾ കൊടുക്കുമല്ലോ. ഞാനേ അങ്ങനെ മാത്രല്ല, എനിക്കിങ്ങനെ വാങ്ങി തരുന്നതൊക്കെ ഇഷ്ടമായിരുന്നു. ഇങ്ങനെ നൈസ് എനിക്ക് ബാഗ് മേടിച്ചു, നൈസ് എനിക്ക് അത് മേടിച്ചോ ഇത് മേടിച്ചോ, മേടിച്ചതാ അത് മേടിച്ചു ഇത് മേടിച്ചാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കും. എനിക്ക് അതിൽ ഞാൻ സന്തോഷം കണ്ടെത്തിയിരുന്നു. ഈ പൈസ എന്റെ കയ്യിൽ വെക്കലും എനിക്ക് യൂസ് ചെയ്യലും ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ എനിക്കത് ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ടാട്ടോ. പക്ഷെ പൈസയുടെ കാര്യം കൈവിട്ടത് ഞാൻ എന്റെ കല്യാണം ശേഷം, അതിന് മുന്നേ വരെ ഞാനായിരുന്നു ഹാൻഡിൽ ചെയ്തത്. പിന്നെ അത് മാത്രമല്ല, പിന്നീട് എനിക്ക് മനസ്സിലായി, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുതായിരുന്നു. നമ്മളൊരു കുഞ്ഞു പൈസ ആണെങ്കിൽ പോലും നമ്മളത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നൊരു സ്കില്ലാണ്. അത് ആക്ച്വലി എനിക്ക് ഇപ്പോഴും ഇല്ല ആ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഞാൻ ജോലിക്ക് പോയി എനിക്ക് സാലറി കിട്ടിയാലും ബ്ലായാണ്, അതായത് എന്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്കത് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയത്തില്ല. ഇപ്പൊ ജെസ്സി അമ്മ ഇവിടെ എന്റെ അമ്മയുണ്ടല്ലോ, എന്റെ അമ്മ തന്നെ ഇപ്പോഴും ഫാമിലിയിലെ ഫുൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റും ചെയ്യുന്നത്. നമ്മളിപ്പോഴും മറ്റേ കുഞ്ഞു പിള്ളേര് എന്താ ചെറുകിന്റെ അടിയിൽ ഇരിക്കണ പോലത്തെ ഒരു സെറ്റപ്പാണ്. ഇവള് ജോലി എടുക്കാൻ പോയിട്ട് തന്നെ വെറുതെ എറണാകുളത്തെ ഫുള്ള് ഹോട്ടലുകളെ ഭക്ഷണം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ് ഇവരെല്ലാരും കൂടി. ജോലി എടുത്താലും പൈസയൊന്നും തെറ്റായ തീരുമാനമായിരുന്നു എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. പക്ഷെ തെറ്റായ തീരുമാനം എന്ന് പറഞ്ഞാല് എന്താ, എന്നെ കൊണ്ട് പറ്റത്തില്ല. അതായത് മേ ബി ഞാൻ കുഞ്ഞിലെ മുതലേ എന്റെ കയ്യിൽ കാശ് കിട്ടിയാലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, എനിക്ക് അറിയത്തില്ല. അതുപോലെ തന്നെയാണ് നൈസിയും കുഞ്ഞിലെ മുതലേ കാശ് കൈകാര്യം ചെയ്തത് കൊണ്ടായിരിക്കാം മേ ബി കുറെയൊക്കെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സ്കിൽ ഇവൾക്കും ഉണ്ട്. അതിൽ പരാജയപ്പെട്ട് പോയേക്കണത് ഞാനാണ്, എനിക്ക് അറിയത്തില്ല ഹാൻഡിൽ ചെയ്യാനായിട്ട് പൈസ. അങ്ങനെയൊന്നുമില്ല, ഇപ്പൊ മാനേജൊക്കെ ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ പക്ഷെ ഭയങ്കര കൺസേൺഡ് ആണ്. ഇങ്ങനെ എന്റെ കയ്യിൽ ഒരു 100 രൂപ ഇരിപ്പുണ്ടെങ്കിൽ തന്നെ അത് എന്റെ ഒരു ബാധ്യതയാണ് എനിക്ക്. അയ്യോ 100 രൂപ എന്റെ കയ്യിൽ ഉണ്ടല്ലോ, ഇത് ഞാൻ ഇപ്പൊ എന്ത് ചെയ്യും? പിന്നെ എനിക്ക് ജിപേയിൽ എന്റെ പൈസ കിട്ടിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും സീറോ ബാലൻസ് അതെങ്ങനെയെങ്കിലും സീറോ ബാലൻസ് ആക്കിയാൽ എനിക്കൊരു മനസ്സമാധാനമേ ഉള്ളൂ. ആ കാശും കൂടെ തീർത്ത് കഴിഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം അവൾ ആഗ്രഹിക്കും, മിക്കപ്പോഴും ഭക്ഷണ സാധനമായിരിക്കും. ഞാൻ പറയാം, നാൻസി വീട്ടിലെ ചോറും കറിയും തിന്നാ പോരെ, പുറത്തിറങ്ങി 500 രൂപ പോകും എന്ന് പറഞ്ഞ് ഞാനാണ് എപ്പോഴും ഇങ്ങനെ പിൻവലിപ്പിച്ചോണ്ടിരിക്കുന്ന ആള്. ഒന്ന് പോ നാൻസി, നേരത്തെ നാൻസി ആണല്ലേ പറഞ്ഞോട് ചോറ്. ഞാനുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ഒരു കാലഘട്ടം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇതിന് മുന്നേ വരെ ഞാൻ 1 രൂപ പോലും എനിക്ക് പേടിയാ. അതായത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ കാശ് കയ്യിൽ വെച്ചിട്ടില്ലല്ലോ. ഒരു 10 രൂപ പോലും ചെലവാക്കുമ്പോ എനിക്ക് എന്തോ പോലെയൊക്കെ തോന്നും, ഞാൻ വല്ല തെറ്റാണോ ചെയ്യണം, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ എന്തോ തെറ്റ് ചെയ്യുക, കാശ് ചെലവാക്കുന്നുണ്ടോ തെറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് ചെലവാക്കാൻ അറിയത്തില്ല. ഇപ്പൊ എന്റെ ഒരു 100 രൂപ ഉണ്ടെന്ന് ഇരിക്കട്ടെ ഫസ്റ്റ്, അതായത് നൈസിയാണ് അത്ര നാൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. നൈസി കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ട് എന്റെ കയ്യിൽ പൈസ ഉണ്ട്, ഒരു 500 രൂപ ഉണ്ടെന്ന് വിചാരിച്ചോ. ഞാൻ 500 ചെലവാക്കത്തില്ല. ഇങ്ങനെ കയ്യിൽ തന്നെ പുറത്ത് പോയിട്ട് തന്നെ പച്ചവെള്ളം കുടിക്കാണ്ട് തിരിച്ചു വരും. അത് ചെലവാക്കത്തില്ല, അതിങ്ങനെ കയ്യിൽ പൊത്തി പിടിച്ചോണ്ടിരിക്കും. എന്നിട്ട് 500 രൂപ കയ്യിലുണ്ടാവും, 30 രൂപ വേറെയും കയ്യിലുണ്ടാവും. 30 രൂപയാണ് വണ്ടിക്കൂലിക്കൊക്കെ കൊടുക്കുക. എന്നിട്ട് 500 രൂപ വെച്ചോണ്ടിരിക്കും. എന്നിട്ട് അത് ഒരു പ്രയോജനം ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കും 500 രൂപ. അയ്യോ എനിക്ക് 500 രൂപ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ചെലവാക്കാനും പറ്റുന്നില്ല, കയ്യിലും ഇരിക്കുന്നു. അങ്ങനെ ഒരു തരം നിർഗുണമായിട്ട് 500 രൂപ ഇരിക്കുന്നു. അങ്ങനത്തെ ഒരു എനിക്ക് ചെലവാക്കാൻ അറിയത്തില്ല. എനിക്ക് മേടിക്കാനുള്ള പേടിയാണ്, പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് പേടിയാണ്. അങ്ങനെ ആയിരുന്നു ഞാനൊരു കാലഘട്ടം വരെ. അതിൽ നിന്ന് ഞാൻ മാറിയത് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോ ഇതെന്തിനാണ് ഈ പൈസ, നമ്മളത് ഇൻവെസ്റ്റ് ചെയ്താലേ അതിന് എന്തെങ്കിലും ഒരു ബലമുള്ളൂ, നമുക്ക് സന്തോഷം കിട്ടുള്ളൂ. ഇത് ഒരുപാട് മൂരാച്ചി സ്വഭാവം, എനിക്കൊരു ഹാപ്പിനെസ്സും ഇല്ല, കാശ് ഞാൻ കയ്യിൽ നിന്ന് കളയത്തില്ല. അങ്ങനത്തെ ഒരു തരം ഒരു വൃത്തിയുടെ സ്വഭാവം എനിക്കൊരു കാലഘട്ടത്തോളം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ നമ്മുടെ ആഗ്രഹത്തിനൊക്കെ അനുസരിച്ച് എന്തെങ്കിലും ഒരു ഫുഡ് ആണെങ്കിലും വാങ്ങിയൊക്കെ കഴിക്കണമെന്നേ. അല്ലാതെ ഇപ്പൊ എന്ത് ഈ പറഞ്ഞ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് വടിയായി പോണത് ഒരു ഇല്ല. അത് മാത്രമല്ല ഹാപ്പിനെസ് ഉണ്ടാവില്ല കേട്ടോ, വല്ലാത്തൊരു മെനക്കെട്ട ജീവിതമായിരിക്കും. അതായിരുന്നു എനിക്കുണ്ടായിരുന്നത്. നൈസി കല്യാണം കഴിച്ച് പോയ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ലോൺലി ഫീൽ ആയിരുന്നു. എനിക്ക് എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, എന്തിനേറെ പറയുന്നു. അടുക്കളയിൽ ഫുൾ നൈസിയാണ് കയറിക്കൊണ്ടിരുന്നത്. എനിക്ക് അടുക്കളയിൽ കയറാൻ അറിയത്തില്ല, കാര്യങ്ങളൊന്നും ചെയ്തില്ല. എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഞാനൊരു ബിഗ് സീറോയാണ് ലൈഫിൽ നിന്ന്. കാശ് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല, അടുക്കളയിൽ കയറാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഞാൻ ഫുൾ ഒരു വ്യക്തിക്ക് ഡിപ്പെൻഡന്റ് ആയിരുന്നു നൈസിയിൽ. അപ്പോ അങ്ങനെ അപ്പോഴാണ് ഞാനത് റിയലൈസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പയ്യനെ അടുക്കള കയറാൻ തുടങ്ങി. അടുക്കള കയറാൻ എനിക്ക് ഇപ്പോഴും ഇഷ്ടമല്ല, കഷ്ടപ്പെട്ട് കയറുന്നതാ. കയറുക, എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൂട്ടാ. ഞാൻ ഇതുവരെ എന്റെ ലൈഫിൽ ഞാൻ ഇന്നേ വരെ ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടോ എന്തെങ്കിലും കണ്ടിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ഞാൻ ഇന്നേ വരെ ചിന്തിച്ചിട്ടുമില്ല, ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുമില്ല. ഞാൻ എപ്പോഴും തോരൻ, മെഴുക്ക് വരട്ടി, അത് ചെയ്യണമല്ലോ, അത് ചെയ്യണ്ടേന്നുള്ളൊരു മാത്രമേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ്
ലഞ്ച് ആ സമയത്ത് ഫുൾ അടുക്കള കാര്യങ്ങൾ നമ്മൾ നോക്കണം. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഫുള്ള്. എന്നിട്ട് അമ്മ എൻ്റെ അടുത്ത് നാൻസി അടുക്കളയില്ലാത്ത സാധനം എന്താന്നൊക്കെ നോക്കി പറയാം. എനിക്കതൊക്കെ എന്നോട് ചോദിക്കണം, എന്താ ഇതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കണത്. അങ്ങനെ നമ്മളാണ് അടുക്കള കയറുന്നത്. അപ്പൊ ഇവര് നമ്മുടെ അടുത്താണോ ചോദിക്കുന്നത് എന്ത് സാധനം മേടിക്കണ്ടെന്ന്. അതൊന്നും എനിക്കതൊന്നും പറയണ്ട. അതൊക്കെ എന്നെ ഒരുമാതിരി എന്നെ കൊല്ലണ പോലെ എനിക്ക് ഫീൽ ചെയ്തോണ്ടിരുന്നത് അങ്ങനെയൊക്കെ ചോദിക്കുന്നതൊക്കെ. നൈസി അങ്ങനെ എല്ലാവരും എല്ലാം ഇങ്ങനെ കണ്ടറിഞ്ഞു എനിക്കത് മേടിച്ച് വെക്കും കേട്ടോ. എല്ലാം മേടിച്ച് വെക്കുവേ. കടയിൽ പോകുക എന്ന് വെച്ചാൽ പണ്ടൊക്കെ കടയിൽ പോണത് മെയിൻ തട്ടിപ്പിനാ പോണത്. ഇവക്ക് ഇങ്ങനെ ഉണ്ടാക്കണൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇപ്പൊ എനിക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ, തീരെ ഇഷ്ടമില്ല. മിക്ക ദിവസങ്ങളിലും ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കും. ഇന്ന് ഇതുണ്ടാക്കാം. ഓരോന്ന് ഇതുപോലെ യൂട്യൂബ് വീഡിയോയിലൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ ഉണ്ടാക്കാൻ കയറുമ്പോ ഇവൾക്ക് ഇങ്ങനെ സാധനങ്ങളെല്ലാം വേണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഫ്രിഡ്ജിൽ നിറച്ച എല്ലാം ഉണ്ടാവും. മറ്റേ സോസുകള്, സോയാ സോസ്, ചില്ലി സോസ്, എനിക്കിങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഉണ്ടാക്കണം. അപ്പൊ എനിക്ക് പോയി മേടിക്കാൻ ഇഷ്ടമില്ല. എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ ഫ്രിഡ്ജിൽ ഒരു 3/4 ഭാഗമെങ്കിലും വേണം. മുന്നേ ബിഫോർ ആൻഡ് ആഫ്റ്റർ നമുക്ക് പറയാൻ പറ്റും. അതായത് മുന്നേ നമ്മുടെ പഴയ വീടുകളിൽ ഉണ്ടാകുന്ന സവോള, തക്കാളി, പച്ചമുളക് ആ ഒരു ഐറ്റംസ് ആയിരുന്നു ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നത്. നൈസ് അടുക്കള കയറിയതിന് ശേഷം ഫുൾ ഇംഗ്ലീഷ് കിച്ചണായി. മറ്റേ ഇതൊക്കെ ബട്ടർ മേടിക്കും, ഗീ. നമ്മൾ ഗീ ഒന്നും യൂസ് ചെയ്യത്തേ ഉണ്ടായിരുന്നില്ല അതിന് മുന്നേ വരെ. ഗീ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. ബട്ടർ മേടിക്കും. പിന്നെ ഇതേപോലത്തെ സോസ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഇങ്ങനെ ഒറിഗാനോയും പിസ്സ സീസണിങ് മേടിച്ച് വെച്ചാലോ ഫ്രിഡ്ജില്. ഈ പിസ്സ തൂകാനെ ഇങ്ങനെ കേട്ടിട്ട് എനിക്ക് എല്ലാം അറിയാം. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാനുണ്ടാക്കും. ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത്. പ്രാന്തായിരുന്നു. അമ്മ ഇങ്ങനെ ജോലിക്കൊക്കെ പോയിട്ട് തിരിച്ചു വരാൻ നേരത്തെ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാൻ ഇഷ്ടമാണ്. നമ്മുടെ മുഖം കാണുമ്പോ മണമൊക്കെ മണത്തോണ്ട് അമ്മ എന്നെ മുറിലോട്ട് ഇന്ന് എന്താ ഉണ്ട്. അപ്പൊ പുള്ളിക്കാരത്തേക്ക് സന്തോഷമാണല്ലോ. അത്രയ്ക്കും ക്ഷീണിച്ച് വരാൻ നേരത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാൻ നേരത്ത് കഴിക്കാൻ ഇഷ്ടമായിരുന്നല്ലോ. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ ഞാൻ ഉണ്ടാക്കല്, പാചകത്തിലും ഇവള് സ്റ്റിച്ചിങ്ങും എങ്ങനെയായിരുന്നു. എനിക്ക് അടുക്കളയിൽ കയറാൻ ഇഷ്ടമല്ല. അതിങ്ങനെ ഓരോരുത്തരുടെ ഒരു ഇതാണ്, ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. ഇവള് അങ്ങനെ ആയിരുന്നു, ഞാൻ ഇങ്ങനെ ആയിരുന്നു. അപ്പൊ ഇവള് പോയി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ പിന്നെ എന്റെ ആ ഒരു അവസ്ഥ അമ്മ മനസ്സിലാക്കി എന്നോളം കുറെയൊക്കെ അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു കേട്ടോ. അമ്മനെ കൊണ്ട് പറ്റുന്ന അമ്മ ഉണ്ടാക്കി വെച്ചിട്ട് പോകും. ചോറൊക്കെ അമ്മ വെച്ചിട്ട് പോകും. അങ്ങനെ ആ ഒരിടക്ക് അതായത് നൈസിയൊക്കെ അടുക്കള കയറിയ സമയത്ത് അമ്മ കംപ്ലീറ്റ് ആയിട്ട് അടുക്കളയിൽ നിന്ന് പിന്മാറിയായിരുന്നേ. കാരണം അമ്മയുടെ ഈ ജോലി മറ്റേ രോഗവും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഒന്നും കൂടി. കാരണം അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും ഈ മീൻ വെട്ടല് അങ്ങനെ അതൊന്നും ഞാൻ ചെയ്യല. മീൻ വെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ മീൻ കഴിക്കത്തേ ഉണ്ടായിരുന്നില്ല. പക്ഷെ രോഗവും കാര്യങ്ങളും ഒക്കെ വന്ന അതിന്റെ ട്രീറ്റ്മെന്റിലോ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും കംപ്ലീറ്റ് മീൻ വെട്ടൽ ഉൾപ്പെടെ ഏറ്റെടുത്ത്. അപ്പൊ പിന്നെ ഫുള്ളൊക്കെ മീൻ വെട്ടൽ ഇവള് പോയി അപ്ഡേറ്റും ചെയ്യും. സാധനങ്ങൾ തീരുമ്പോ ഇവള് പോയി വാ. ഇവക്ക് അതൊക്കെ എന്തൊരു ഇഷ്ടമാണ്. നമുക്കപ്പോ ഒരു ജോലിയായിട്ട് തോന്നത്തേ ഇല്ല. ഇത് തീരുമ്പോ ഒരു സൈക്കിൾ പോലെ നടന്നോണ്ടിരിക്കുകയാണ്. ഇവള് പോയി കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായി തുടങ്ങി. കടയിൽ പോകുമ്പോ ഒരു ചടങ്ങാണ്. കടയിൽ പോണത് ആദ്യമൊക്കെ കടയിൽ പോകണം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ കൂടെ പോകാൻ നേരത്തെ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാൻ വേണ്ടി പോണതാണ്. കാരണം അമ്മമാര് വേണ്ട അടുക്കളത്തൊന്നും മേടിക്കുകയല്ലോ. പിന്നെ ഞാൻ പോയി തുടങ്ങിയത് പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാ. കാരണം 5 കിലോ അരിപ്പൊടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മേടിക്കും 4 കിലോ അരിപ്പൊടി. 1 കിലോ അരിപ്പൊടിയുടെ പൈസ അവിടെ കയ്യിൽ, എന്റെ കയ്യിൽ. പിന്നെ 10 കിലോ അരിക്ക് 9 കിലോ അരി മേടിക്കും. 1 കിലോ മുഖ്യ അറിയില്ലല്ലേ ഇവര്. വലിയ തൂക്കത്തിന് വ്യത്യാസം കാണും. പക്ഷെ കാണുന്ന ഒരു 500 രൂപയെങ്കിലും അടിച്ചു മാറ്റും. അതായത് 3000 രൂപ മൂലധനം 3000 രൂപ കൊടുക്കുവാണെങ്കിൽ 2500 രൂപയ്ക്ക് സാധനം മേടിക്കും. 500 വീട്. അതിനാണ് നൈസ് പൊക്കോണ്ടിരുന്നത്. എന്നിട്ട് ഞാൻ നൈസിന്റെ അടുത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പൈസ കിട്ടിയാലും ഞാൻ ഇരക്കും. നൈസി അത് മേടിച്ചത് ഇത് മേടിച്ചത് എനിക്ക് സാധനമായിട്ട് മതി, എനിക്ക് കാശായിട്ട് വേണ്ട സംഭവം. അങ്ങനെ നൈസി കല്യാണം കഴിച്ച് പോയതിന് ശേഷമാണ് ഞാനൊന്ന് സെറ്റിലായത് കേട്ടോ. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചത്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് നൈസിയുടെ കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം ഞാൻ ഒറ്റയ്ക്കായി കഴിഞ്ഞപ്പോഴത്തേനും പുറത്തുനിന്നൊക്കെ 1-2 ഇത് വന്നു തുടങ്ങി. നമുക്ക് ഇങ്ങനെ ചെയ്തു തരുമോ എന്നുള്ള രീതിയിലൊക്കെ പുറത്തുനിന്നൊക്കെ വന്നു തുടങ്ങി. അപ്പൊ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് അളവെടുത്തൊക്കെ ചെയ്യാൻ തുടങ്ങി. ചെറുതായിട്ട്, വലിയ കാര്യമായിട്ട് കറക്റ്റ് അക്യുറേറ്റ് മെഷർമെന്റ് ഒന്നും അല്ല എടുത്തോണ്ടിരുന്നത്. ചെറുതായിട്ട് അളവെടുത്ത് ചെസ്റ്റും ഷേപ്പും ഹിപ്പും ഒക്കെ എടുത്ത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും ഞാൻ കുറച്ചും കൂടെ നമ്മളൊന്ന് അപ്ഡേറ്റ് ആയല്ലോ. അങ്ങനെ അപ്പൊ പിന്നെ എല്ലാവരും എന്നെ വഴക്ക് പറയാൻ തുടങ്ങി. 100 രൂപയ്ക്ക് നീ ചെയ്തു കൊടുക്കുന്നത് ശരിയല്ല, മറ്റാണ് മറിച്ചാണ്, നിന്നെ ഇവിടുത്തെ തയ്യക്കാരെല്ലാവരും കൂടെ വന്ന് തല്ലും എന്നൊക്കെ പറയും. അതായത് ഞാൻ ഇത്ര റേറ്റ് കുറച്ച് കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പം ഞാൻ ഇത്ര 200 ആക്കിയോ.
200 അങ്ങനെ 200 ആക്കി. ആ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പൈസ പറയാൻ. ചെറിയൊരു രീതിയിൽ കാശ് കൂട്ടി തുടങ്ങി. ഇതിന്റെ ഇടയിൽ ഷിൻസി ചേച്ചിയുടെ കാര്യം പറഞ്ഞില്ലേ, ഷിൻസി ചേച്ചി കുറെ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയുന്ന പൈസ നമ്മൾ പൈസ മേടിക്കണം നാൻസി, നമ്മൾ പൈസ മേടിക്കാതിരിക്കരുത്, എന്നാലേ എനിക്ക് ഇനിയും പൈസ തുണി കൊണ്ടുവന്ന് തരാൻ പറ്റുള്ളൂ. അങ്ങനെ അവളെ തൊടുപുഴ, അവളുടെ വീട് തൊടുപുഴയിലായിരുന്നു. അടുത്തൊക്കെ കഴിഞ്ഞിട്ട് അവൾ തൊടുപുഴ പോയി. പുള്ളിക്കാരി എനിക്ക് എക്സ്ട്രാ പേ ചെയ്യുമായിരുന്നു കേട്ടോ. പുള്ളിക്കാരി എനിക്ക് നോർമൽ 100 രൂപയെന്നതിനേക്കാളും കൂടുതൽ ആദ്യമായിട്ട് എനിക്ക് എക്സ്ട്രാ പേയ്മെന്റ് തന്നുകൊണ്ടിരുന്നാണ് ഷിൻസി ചേച്ചിയായിരുന്നു. അതായത് നാൻസി ഇതിനൊക്കെ പുറത്ത് നല്ല വിലയുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നീ പൈസ പറയണം, എന്നാലല്ലേ എനിക്ക് പിന്നെയും കൊണ്ടുവന്ന് തരാൻ തോന്നത്തുള്ളൂ നിന്റെ അടുത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു 100 രൂപയിൽ നിന്ന് 150 രൂപയും അങ്ങനെ വ്യത്യസ്തമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങിയത് ഷിൻസി ചേച്ചിയായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചൊക്കെ കൂട്ടിയൊക്കെ തുടങ്ങി. എന്നാലും എനിക്കൊരു പരിധി കൂടുതൽ സ്റ്റിച്ചിങ് ചാർജ് മേടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു ലെവലിൽ തന്നെയാണ് ഞാൻ ഈ ഒരു അടുത്ത കാലം വരെ പോയിക്കൊണ്ടിരുന്നത്. അടുത്ത കാലം എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകുന്നതിന് മുന്നേ വരെ കേട്ടോ, 1.5 വർഷം 2 വർഷം മുന്നേ വരെ, 2 അല്ല ഇപ്പൊ 3 വർഷം മുന്നേ വരെ ഞാൻ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ വേണ്ടി ചേർന്നു. ജോലിയായി അവിടെ തന്നെ ജോലിയായി. പിന്നെ അവിടെ തന്നെ അങ്ങ് ആയി, ഫുൾ സാലറി ഒക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു ലൈഫ് ഭയങ്കര അടിപൊളി ലൈഫ് എൻജോയ് ചെയ്ത് അങ്ങനെ പോവാണ്. പിന്നെ തിരിച്ചു വരാനായിട്ട് എനിക്ക് എൻ്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നില്ല. സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇനി ഞാൻ വരില്ല എന്ന് തന്നെ ഉറപ്പിച്ച് വെച്ചിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ റിസൈൻ ഇട്ട് ഞാൻ വിളിച്ചു വരുത്തി, നമുക്ക് ബിസിനസ് തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് അതിലും എനിക്ക് സ്റ്റിച്ചിങ് ചെയ്യാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ബിസിനസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. നമ്മള് മറ്റേ പുറത്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലും, ഇപ്പൊ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് കുർത്ത ഇറക്കിയിട്ട് അത് ആവശ്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന രീതി, അങ്ങനെ ഒരു ബിസിനസ് പ്ലാനായിട്ടാണ് നമ്മൾ ഇവിടെ വന്നത്. വന്നു കഴിഞ്ഞ് പിന്നെ ഇവിടെ കുറച്ച് പണിയാനായിട്ടൊക്കെ ഉള്ള വീട്ടിൽ നമുക്ക് സ്പേസ്, അങ്ങനെ നമുക്ക് ബെഡ്റൂമിലായിരുന്നു നമ്മൾ സ്റ്റിച്ച് ചെയ്തോണ്ടിരുന്നത്. തീരെ സ്ഥലമില്ല. കാരണം നമ്മുടെ തുണികൾ 7 പേര് നമ്മുടെ വീട്ടിലാണ്, നമ്മുടെ തുണികൾ വെക്കാൻ പോലും നമുക്ക് സ്ഥലമില്ല. ആ സ്ഥാനത്ത് നമുക്ക് എക്സ്ട്രാ ഒരു കവർ തുണി ഒരാളുടെ പുറത്തുനിന്ന് വരാൻ നേരത്ത് തന്നെ ഇത് ഇട്ടി അവിടെ വെക്കും. ഒരാഴ്ച വരാൻ നേരത്ത് മിഷ്യത്തിന്റെ പുറത്തേക്ക് വെക്കണത്, തയ്ക്കാൻ നേരത്ത് മിഷ്യത്തിന്റെ മരുന്നെല്ലാം കട്ടിലോട്ട് വെക്കും. കട്ടിലെ ആൾ കിടക്കാൻ നേരത്ത് കിടക്കുന്നിടത്ത് ഡൈനിങ് ടേബിളിലോട്ട് വെക്കും. ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചു എനിക്കൊരു സ്പേസ് ഉണ്ടാകാണ്ട് എടുക്കുന്നില്ല. ആ സമയത്താണ് നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. സ്റ്റിച്ചിങ് നമുക്ക് വേണ്ട, കംപ്ലീറ്റ് നമുക്ക് ബിസിനസ് ആയിട്ട് തുടങ്ങാം. ബിസിനസ് തുടങ്ങാനായിട്ടാണെങ്കിൽ പോലും നമുക്കൊരു സ്പേസ് വേണം. ഇപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് സാമ്പിൾ ചെയ്യേണ്ടി വരും. ഞാൻ തന്നെ സാമ്പിൾ ചെയ്ത് കൊടുത്താലേ നമുക്കത് പുറത്ത് കൊടുത്താണെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാളും നല്ലൊരു സാമ്പിൾ കാണിച്ച് അതുപോലെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ എടുക്കുന്നതാണ് നല്ലത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് ഈ സെറ്റപ്പുകളെല്ലാം തന്നെ. മുകളിലേക്ക് നമ്മളൊരു സ്പേസ് എടുത്തത്. അങ്ങനെ സ്പേസ് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഞാൻ പോലും എക്സ്പെക്ട് ചെയ്യാണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് യൂട്യൂബിൽ വന്നതാണ്. അപ്പൊ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി വീഡിയോസും കാര്യങ്ങളും ഇട്ടതാണ്. അതിൽ നിന്നും എനിക്ക് സ്റ്റിച്ചിങ് എടുക്കണം എന്ന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ആദ്യ കാലങ്ങളിലൊക്കെ സ്റ്റിച്ചിങ് വരുമ്പോൾ നമ്മൾ എടുക്കത്തുണ്ടായിരുന്നില്ല. എനിക്ക് സത്യം ടെൻഷനാണ്. ആരെങ്കിലും എൻ്റെ അടുത്ത് തയ്ച്ചു തരണം എന്ന് പറയുമ്പോൾ പേടിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പിന്നെ എടുത്തോണ്ടിരുന്നത് ഓൺലൈൻ ത്രൂ ഒന്നും വരുന്ന എൻക്വയറീസിനൊന്നും നമ്മൾ റിപ്ലൈ കൊടുക്കാറില്ല. ഇപ്പോഴും ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, ചെയ്തു തരുമെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ റിപ്ലൈ തരാത്ത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു പാടാണ്. കസ്റ്റമൈസേഷൻ എന്ന് പറയാൻ നേരത്ത് നമ്മൾ തന്നെ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് റേറ്റ് വരാൻ നേരത്ത് നല്ല റേറ്റ് വരും. ആ റേറ്റ് ഞെട്ടിപ്പോകും. അതായത് നമ്മൾ ഹോൾസെയിൽ ആയിട്ടല്ല മെറ്റീരിയൽ എടുക്കുന്നത്, നമ്മൾ കടയിൽ പോയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ മെറ്റീരിയൽ തന്നെ 1000 അല്ലെങ്കിൽ 1000 അറൌണ്ട് ആ ഒരു റേഞ്ച് വരും. 1100 അല്ലെങ്കിൽ ഒരു 900 ഒക്കെ അതിന് മേലേ വരുള്ളൂ. കാരണം മീറ്റർ കണക്കിന് ഇങ്ങോട്ട് എടുക്കാം. നമ്മൾ ഗ്യാദേഴ്സ് ഒക്കെ എടുത്ത് ഇടാൻ നേരത്തെ ഒരു 3.5 മീറ്ററെങ്കിലും തുണി വേണം. അതിന് ലൈനിങ് കാര്യങ്ങൾ, യോക്ക് ഉണ്ടെങ്കിൽ യോക്ക്, ഇതൊന്നും അല്ലാണ്ട് ഹൈലൈറ്റ്, ഹാൻഡ് എംബ്രോയിഡറി ഹൈലൈറ്റ് ഉണ്ടെങ്കിൽ പോലും ഈ മെറ്റീരിയൽസിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇപ്പൊ ഒരു ക്രിസ്റ്റലിന് ഒരു ചെയിന് തന്നെ 200 രൂപ, 50 രൂപയ്ക്ക് മുകളിലോട്ടെ ക്രിസ്റ്റലിന് റേറ്റ് വരുന്നത്. അപ്പൊ 50 രൂപ അത് കഴിഞ്ഞിട്ട്, അതായത് നല്ല ക്രിസ്റ്റലിന്റെ കാര്യം കേട്ടോ പറയുന്നത്, അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലേസിംഗ് ഒക്കെ ഉള്ള ക്രിസ്റ്റലിന്റെ കാര്യം പറയുന്നത്. 50 രൂപ മുതൽ മേളിലോട്ടാണ് ക്രിസ്റ്റലിനും ഒക്കെ റേറ്റ് വരുന്നത്. അതൊന്നും നമുക്ക് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ്. ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഡിഫറൻസ് വരും റേറ്റിൽ. ഇപ്പം പെർ മീറ്റർ 50 രൂപയ്ക്കും 40 രൂപയ്ക്കും 50 രൂപ 60 രൂപ ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ജോർജറ്റ് ഒക്കെ തന്നെയുള്ള വാങ്ങാൻ കിട്ടും. ഹോൾസെയിലായിട്ട് നമ്മൾ അധികം സാധനങ്ങൾ എടുക്കുമ്പോൾ വിലയിൽ ഒരുപാട് ഡിഫറൻസ് വരും. പക്ഷെ നമ്മൾ ഹോൾസെയിലായിട്ട് അല്ല ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റിച്ചിങ് റേറ്റ് ഇപ്പൊ നോർമലി ഇപ്പൊ 500 600 ആ ഒരു സ്റ്റിച്ചിങ് റേറ്റ് എന്ന് പറയുന്നത് നാൻസി ഇപ്പൊ നിലവില്
വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിൻസസ് കട്ട് ബ്ലൗസ് മാത്രമേ അവള് ചെയ്യാറുള്ളൂ, ബാക്കിയൊന്നും ചെയ്യാറില്ല. പ്രിൻസസ് കട്ടിനൊക്കെ നിലവിൽ ഇപ്പൊ 500 വാങ്ങുന്നത് ബേസിക്കിന്. പിന്നെ എക്സ്ട്രാ വരുന്ന എന്തെങ്കിലും പുറകില് റൗണ്ട് ബട്ടൺസ് അങ്ങനത്തെ എക്സ്ട്രാ ഒക്കെ വരുന്നതിനനുസരിച്ച് അതൊക്കെ കപ്പിന്റെ ചാർജ് വരും. അതിനനുസരിച്ച് കപ്പ് വെക്കാൻ ഒന്നും കൂടി നമ്മൾ കുറച്ച് കാര്യം ചെയ്യാനുണ്ടല്ലോ, അതിന്റെ ഒക്കെ ഒരു എക്സ്ട്രാ ഇച്ചിരി ചാർജ് കൂടും. പിന്നെ നമ്മൾ ഗ്യാദേഴ്സ് ഉള്ള കുർത്തി, നമ്മൾ ബേസിക് ആയിട്ടുള്ള അംബ്രല കട്ട് ആ ഒരു സാധനത്തിന് ഒരു 500 ഒക്കെയാണ് ഇപ്പോഴും ചാർജ് ചെയ്യുന്നത്. അംബ്രല കട്ടിനൊക്കെ ഗ്യാദേഴ്സ് വരാൻ നേരത്ത് കൂടും. പിന്നെ അതിനകത്ത് ഈ അംബ്രല കട്ട് തന്നെയാണല്ലോ, അതിനകത്ത് പാറ്റേൺസ് ഉണ്ടാവും. അതായത് അതില് പാറ്റേൺസ് മാറി വരുന്നതിനനുസരിച്ച് നമ്മൾ പാറ്റേൺ ഒന്നും ഇല്ലാണ്ട് സിമ്പിൾ സ്റ്റാൻഡേർഡ് റേറ്റ് ആയിരിക്കും. എന്ത് എക്സ്ട്രാ വരുന്നോ അതിനനുസരിച്ച്. കാരണം എക്സ്ട്രാ വരുന്ന സാധനം എന്ന് പറയുമ്പോൾ കാണുമ്പോൾ ഒരു നിസ്സാരമായിട്ട് തോന്നുള്ളൂ. ആ എക്സ്ട്രാ ചെയ്യാനാണ് നമുക്ക് സമയം കൂടുതൽ. അപ്പോ അങ്ങനെ പാറ്റേൺസ് വരുന്ന കേസിൽ റേറ്റ് വരും. ഇതിപ്പോ സാധാ ഒരു ഗ്യാതേർഡ് ആയിട്ടുള്ള ഒരു കുർത്തിക്ക് ഒരു 600 ഒക്കെ നമ്മൾ ചാർജ് ചെയ്യാറുള്ളൂ. പക്ഷെ അതിലും പാറ്റേൺസ് വരുമ്പോൾ ഡിഫറൻസ് വരും. പാറ്റേൺ വരാൻ നേരത്ത് നമുക്ക് ഡിഫറൻസ് വരും. കാരണം ഈ യോക്കിലും കാര്യങ്ങളിലും ഒക്കെ മാറുന്നതിനനുസരിച്ച് ഞാൻ ഒരു ദിവസം ഫുൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഓരോ കുർത്തയും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കാരണം കറക്റ്റ് അളവിലൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ റേറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇത്രേ ഉള്ളൂ, നമ്മൾ ഇതൊക്കെ ചെയ്യാറുള്ളൂ. വേറെ കൂടുതലായിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ കസ്റ്റമൈസേഷൻ എടുക്കാത്തത് ഇതാണ് പ്രശ്നം. പിന്നെ അടുത്തുള്ളവരെന്ന് വെച്ചാൽ ഞാൻ കുറെ പേര് ചോദിക്കാറുണ്ട് ചെയ്തവരെന്ന് ചോദിക്കുമ്പോൾ വൈക്കത്താണോന്ന് ചോദിക്കുമ്പോൾ അവർ തന്നെ മെറ്റീരിയൽ കൊണ്ടുവരാൻ നമ്മുടെ അടുത്ത് വരും. മെറ്റീരിയൽ അവർ കൊണ്ടുവരാൻ നേരത്ത് മെറ്റീരിയലിന്റെ പ്രൈസ് വിലയെ പറ്റി അവര് ഇതല്ല, നമ്മുടെ സ്റ്റിച്ചിങ് ചാർജ് മാത്രം നമുക്ക് മേടിച്ചാൽ മതി. മറ്റേ കേസിൽ നമുക്ക് ഫുൾ എമൗണ്ട് വരാൻ നേരത്ത് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് മെറ്റീരിയൽ നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ട് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ മെറ്റീരിയൽ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് അതിന്റേതായ എക്സ്പെൻസ് വരും. അങ്ങോട്ട് നമ്മൾ പോകുന്നതിന് എന്താണെങ്കിലും അവര് പറയുന്ന മെറ്റീരിയൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് ഒരു പോത്തീസ് ആണ് ഞാൻ ഉദാഹരണം പറയുന്നത്. അവിടം വരെ നമ്മൾ രണ്ടുപേരും കൂടി പോകുന്നതിന്റെ ട്രാവല് നമ്മൾ പോകുമ്പോൾ നമുക്ക് അവരുടെ ചെലവല്ലാണ്ട് നമുക്ക് എക്സ്ട്രാ കുറെ കാര്യങ്ങൾ വരും. അതിന്റെയൊക്കെ ചെലവ് നമ്മൾ എന്താണല്ലോ അതിനകത്തുനിന്ന് ഒരു ചെറിയൊരു അംശമെങ്കിലും നമ്മൾ ഇടണമല്ലോ. നമ്മൾ ഒരു ദിവസം എന്റെ ഒരു ദിവസമാണ് പോകുന്നത്, ചെയ്യുന്ന ഒരു ദിവസം അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ എന്താ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. ഇത് മാത്രമല്ലാണ്ട് അർജന്റ് ആയിട്ടൊക്കെ എമർജൻസി അതിനനുസരിച്ച് ഇച്ചിരി കൂടി സ്വല്പം കൂട്ടാറുണ്ട് കേട്ടോ, ചാർജ് നമ്മൾ കൂട്ടാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ ഇതാണ് സ്റ്റിച്ചിങ്ങിന്റെ റേറ്റ് നാൻസി മേടിക്കുന്നത്. അതിനപ്പുറത്തോട്ടൊന്നും പറയാനൊന്നും ആയിട്ടില്ല. പിന്നെ ചുരിദാർ സെറ്റിന് വാങ്ങുന്നത് 500 നിലവിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് സിബ് വരാൻ നേരത്ത് ഇത് അവർ എക്സ്ട്രാ അവരെന്താണ് പറയുന്നത് അതിനനുസരിച്ചിരിക്കും റേറ്റ് കേട്ടോ. ബേസിക് ആയിട്ട് 500 നമ്മൾ വാങ്ങുന്നത്. എന്നാലും അതൊരു 600-500 ആ ഒരു റേഞ്ചാണ്. നമ്മളിപ്പം എന്തെങ്കിലും ഡിഫറൻസോ കാര്യങ്ങളോ ഒക്കെ വരാൻ നേരത്ത് വരുന്ന സൽവാറിന്റെ റേറ്റ് വരുന്നത്. പിന്നെ എന്നാണ് അങ്ങനെ സ്റ്റിച്ചിങ് ചാർജ് ഈ ഒരു വിഭാഗമൊക്കെ അല്ലേ ഉള്ളൂ പറയാനായിട്ട്. നമ്മളങ്ങനെ അധികം ചെയ്തത്ര ശീലമൊന്നുമില്ല. ഇത്രയുള്ള കാര്യം. അപ്പം നമ്മുടെ സ്റ്റിച്ചിങ് ജേണി എത്തി നിൽക്കുക. കഴിഞ്ഞ ഈ ഓണത്തിനാണ് നമ്മുടെ യൂട്യൂബ് കാരണമാണ് ഒരുപാട് പേര് പുറത്തുനിന്ന് ഇപ്പോഴാണ് കറക്റ്റ് ആയിട്ട് നാൻസി അളവെടുത്ത് ചെയ്താലാണ് ശരിയാവുന്നത്. നേരത്തെ എങ്ങനെയാണെന്ന് അറിയാം, ആര് വന്നാലും അളവ് തുണി വേണം വാങ്ങാറില്ല, അളവ് തന്നെ എടുത്താണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒരു തവണ ഒരു റെഡിമെയ്ഡ് കുർത്തിന്ന് ഞാനൊരു അളവെടുത്ത് ചെയ്തു, അട്ടർ ഫ്ലോപ്പ് ആയി പോയി. അട്ടർ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാല് അത് ഭയങ്കര എന്റെ ലൈഫിൽ എന്റെ തയ്യൽ ചരിത്രത്തിൽ തീരുമാനിച്ചു ഞാൻ ഈ പരിപാടിക്ക് ഇല്ലെന്ന്. കാരണം അത് അപ്പടി ഷോകായി പോയോണ്ട് ഞങ്ങൾക്ക് മാനസികമായിട്ട് 2-3 ദിവസം ഇവളെ അഫക്ട് ചെയ്യുന്നത് പോലെ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. അതൊരു ഇച്ചിരി പാടായി പോയി കേട്ടോ, അതൊരു സുഖമില്ലാണ്ടായി പോയി. സംഗതി കൊണ്ടുവരാൻ വേണ്ടി പോവാണ് നാൻസി. അത് പറഞ്ഞ വീഡിയോ അതിന്റെ ചെയ്തോട്ടോ. ശരി, ഓക്കെ. അപ്പൊ മൊഡാൽ സാറ്റിൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്. അപ്പൊ ആ ഒരു മെറ്റീരിയൽ ആയിരുന്നു നമ്മൾ അവരുടെ നിന്ന് വാങ്ങിയത്. അവരത് റെഡിമെയ്ഡ് ആയിരുന്നു, നമുക്ക് റെഡിമെയ്ഡ് കുർത്തയായിരുന്നു നമുക്ക് അളവെടുക്കാൻ വേണ്ടി തന്നത്. ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ആ കുർത്തയൊക്കെ വെച്ച് അളവെടുത്ത് ചെയ്യാൻ നോക്കിയിട്ടും എന്താ സംഭവിച്ചതെന്ന് സത്യത്തിൽ എനിക്ക് വലിയ പിടുത്തമില്ല. എന്തുകൊണ്ടാണ് അത്രയും മിസ്റ്റേക്ക് വന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അത് മൊത്തത്തിൽ പാളിപ്പോയി. അതിനുശേഷം ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് അളവ് വാങ്ങത്തില്ല, മെഷർമെന്റ് എടുത്തേ ഞാൻ ചെയ്യുള്ളൂ. പിന്നീട് എനിക്ക് മനസ്സിലായി മെഷർമെന്റ് എടുത്ത് ചെയ്താലേ അത് ശരിയാവുള്ളൂ. അതായത് ചിലർക്ക് ഇവിടെ വരാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്ന ഒരു കേസിൽ മാത്രമാണ് ഞാനിപ്പോൾ അളവ് വാങ്ങുന്നത്. അതും ഞാൻ മാക്സിമം വീട്ടിൽ വെച്ച് തന്നെ അളവെടുത്ത് അവർ തരുമെങ്കിൽ അത്രയും നല്ലതെന്നുള്ള രീതിയിലാണ്
ഇപ്പൊ ഞാൻ മാക്സിമം ഞാൻ ചെയ്യാറേ ഇല്ല, വളരെ കുറച്ചേ ഞാൻ ചെയ്യാറുള്ളൂ ഇങ്ങനെ അളവ് മേടിച്ചിട്ട് ചെയ്യുന്നൊരു പരിപാടി. അങ്ങനെ ഇതൊക്കെയാണ് സ്റ്റിച്ചിങ് ജേണി. അത് നൈസി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു ആരവം പോയി. ഇവിടുന്ന് ഭയങ്കര സൗണ്ടായിരുന്നു ഇത്ര നേരം, അതുകൊണ്ട് എനിക്കൊന്നും പറയാനായിട്ടില്ല. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഓക്കെ ബൈ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.